ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയില് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതായത് ഒരു ഹെയർ കെയറും അതുപോലെ തന്നെ ഒരു സ്കിൻ കെയറും. പ്രത്യേകിച്ച് ഒരു ഫേഷ്യൽ സ്റ്റെപ്സ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഫേഷ്യൽ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫേഷ്യൽ ആണ്. എനിക്ക് ഫ്രൂട്ട് ഫേഷ്യൽ ആണ് ഒത്തിരി ഇഷ്ടം. അപ്പൊ നമ്മൾ പപ്പായ ഫേഷ്യൽ ഓൾറെഡി കാണിച്ചു. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ബനാന വെച്ചിട്ടുള്ള ആന്റി ഏജിങ് ഗ്ലോ ആയിട്ടുള്ള ഫേഷ്യൽ ആണ്. ബനാനക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ യൂത്ത്ഫുൾ ആക്കി വെക്കാനും സ്കിന്നിനെ ഗ്ലോ ആക്കി വെക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഫേഷ്യലാണ്. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് കാണാം, ഈ വീഡിയോ കംപ്ലീറ്റ്. അതുപോലെ തന്നെ ഹെയർ മാസ്കും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഹെയർ മാസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഹെയർ മാസ്കുകൾ ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ചിലത് ഹെയറിന് വേണ്ടി മാത്രം, ചിലത് റൂട്ട്സിന് വേണ്ടി, ചിലത് സ്കാൽപ്പിന് വേണ്ടി, അങ്ങനെയാണ്. ഈ ഹെയർ മാസ്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സ്കാൽപ്പിനും ഹെയറിനും ഒരേപോലെ തന്നെ ഗുണമുള്ളതാണ്. ഞാൻ ചെയ്തിരിക്കുന്ന പല ഹെയർ മാസ്കുകളും സ്കാൽപ്പിലും മാത്രം അപ്ലൈ ചെയ്തതായിരിക്കും, പക്ഷെ ഇത് സ്കാൽപ്പിലും നമ്മുടെ ഹെയറിന്റെ ലെങ്ത്തിലും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ മറക്കാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് കമന്റിൽ അറിയിക്കാം. ഓക്കെ ഗൈസ്, ടു വാച്ച്. സോ ഗൈസ്, നമുക്ക് ഹെയർ മാസ്കിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഹെയർ മാസ്ക് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ. എന്താ പറയുക, അത്യാവശ്യം ഷൈനിങ് ഒക്കെ ഉള്ളൊരു ഹെയർ ആണ് എൻ്റെ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നല്ല ഫ്രിസിയാണ്. മാത്രമല്ല ഹെയറിൻ്റെ എൻഡ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ ആണ്. നേരത്തെ ഞാൻ കളറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹെയർ ഇങ്ങനെ വളർന്നു വന്നിട്ട് മുടിയുടെ അറ്റത്ത് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സോ നമുക്ക് മാസ്കിന് വേണ്ടിയിട്ടുള്ള റൈസ്, കുക്ക്ഡ് റൈസ് ആട്ടോ, അതിലേക്ക് കുറച്ച് ആലോവേര ജെല്ലും കൂടെ ഇടുകയാണ്. ഞാൻ വിചാരിച്ചത് ആലോവേര ജെല്ല് ശരിക്കും നിങ്ങൾ കാണുന്നുണ്ടെന്നാ. ഫ്രഷ് ആലോവേര ജെല്ലാട്ടോ എടുത്തത്. അത് നന്നായിട്ട് എന്താ പറയുക, ബീറ്റ് ചെയ്തെടുത്തപ്പോഴത്തേക്കും എന്താ ഈ ഒരു അവസ്ഥയിലായി. അതിനകത്ത് കുറച്ചും കൂടെ റൈസ് വാട്ടർ മിക്സ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി എടുത്തു. നന്നായിട്ട് ലൂസാക്കി എടുക്കണം. ലൈക്ക് നമ്മുടെ ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ടൈറ്റ് ആവും, ലൈക്ക് ഉണങ്ങി വരും. ഈ ചോറൊക്കെ ഉണങ്ങി കഴിയുമ്പോൾ നമുക്കറിയില്ല, അതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ കൂടെ ആഡ് ചെയ്യാണ്. സാധാരണ ഹെയർ മാസ്ക് ഒക്കെ ഇടുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ഓയിലിംഗ് ചെയ്യാറുണ്ട്. അപ്പം അത് നമ്മൾ ചെയ്തിട്ടുള്ള ഈ പ്രാവശ്യം. അതുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണ്. കോക്കനട്ട് ഓയിലിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മളുടെ ഓരോ സ്ട്രാൻഡിനെയും ഹെൽത്തി ആക്കി വെക്കാനായിട്ട് അത്ര അധികം ഈ കോക്കനട്ട് ഓയിൽ ഹെൽപ്പ് ചെയ്യും. അത് കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഇത് എന്താ പറയുക, നന്നായിട്ട് എന്താ പറയുക, ലൂസായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം. അതിന് മുന്നേ ഞാൻ റോസ്മേരി ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. റോസ്മേരി ഓയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, റോസ്മേരി ഓയിൽ നമ്മളുടെ ഹെയറിൻ്റെ ഗ്രോത്ത് നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാം എന്താ പറയുക, വളരെ നല്ല ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇത് സ്കാൽപ്പിലേക്ക് മാത്രമല്ല ഹെയറിൻ്റെ ലെങ്ത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഡാൻഡ്രഫിനെ റിമൂവ് ചെയ്യാനും വരെ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു വീക്ക്ലി വൺസ് ഒക്കെ നമ്മൾ കുറച്ച് നാളത്തേക്ക് കണ്ടിന്യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് വളരെ നല്ല ഒരു എന്താ പറയുക ഹെയർ മാസ്ക് ആണ്. കാരണം ഒരുപാട് ഗുണങ്ങളുണ്ട്. നല്ല ആക്റ്റീവായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാം ഉപയോഗിച്ചേക്കുന്നത്. DIY ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവില്ല. പക്ഷേ എന്താ പറയുക, ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾ ഗ്രാജുവലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഗ്രാജുവലി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. വൺസ് എ വീക്ക് ഇത് എപ്പോഴും ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എന്താ പറയുക, റൈസ് ആണെങ്കിൽ ഓരോ മുടികളെ നന്നായിട്ട് എന്താ പറയുക സ്ട്രെങ്തൻ ആക്കും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ റിപ്പയർ ചെയ്യും ഹെയറിൻ്റെ. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഇത് വെച്ചിട്ട് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷവർ ക്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഇടാം. നെക്സ്റ്റ് ആയിട്ട് നമ്മളുടെ ആൻറ്റി ഏജിങ് ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് പാലും അതിലേക്ക് മാഷ്ഡ് ആയിട്ടുള്ള ബനാനയും കൂടെയാണ് ആഡ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു സാധനമല്ലേ എടുക്കാറ്, ലൈക്ക് മിൽക്ക് വെച്ചിട്ട് കോട്ടൺ വെച്ചിട്ട് അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറ്. പക്ഷെ ഇത് നമ്മൾ മിൽക്കും അതുപോലെ തന്നെ മാഷ്ഡ് ബനാനയും കൂടെ ആഡ് ചെയ്തിട്ട് ഫേസിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ചെറിയൊരു മസാജൊക്കെ കൊടുക്കുന്നുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മസാജിൻ്റെ ഇത് പറയാനാണെങ്കിൽ എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന 1-2 സ്റ്റെപ്സ് ഞാനിവിടെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. വീഡിയോയുടെ ലെങ്ത് ഇത്തിരി കൂടുതലാണ്. പക്ഷേ നിങ്ങൾക്ക് മസാജിങ്, ഫേസ് മസാജ് അല്ലെങ്കിൽ ഫേസ് യോഗ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു മസാജ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും. കാരണം എൻ്റെ ഫേസിൽ ഞാൻ ഇടയ്ക്കൊക്കെ ഇത് ചെയ്യാറുണ്ട്, ഓയിലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എന്താ പറയുക, ചില ചുളിവുകളൊക്കെ പോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ സ്മൈൽ ചെയ്യുമ്പോഴത്തേക്കും, ചിരിക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ സൈഡിൽ, ചുണ്ടിൻ്റെ സൈഡിലായിട്ടൊരു പാട് വരുമല്ലോ. അപ്പോൾ അതൊക്കെ
നന്നായി കുറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ഒരു മസാജൊക്കെ ചെയ്തിട്ട്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ജോ ലൈൻ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ലൈക്ക് ഇപ്പോഴല്ല, പണ്ട് മുതൽ എല്ലാവർക്കും ഇഷ്ടമാണ് ജോ ലൈൻ ഉള്ളത്. പക്ഷെ ഇപ്പോൾ അത് ഭയങ്കര ട്രെൻഡിങ് ഒക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ ജോ ലൈനൊക്കെ കുറച്ച് പ്രൊമിനൻ്റ് ആയിട്ട് അവിടുത്തെ ഫാറ്റൊക്കെ കുറച്ച് കുറയാനും അത് നന്നായി എടുത്ത് കാണിക്കാനും വേണ്ടിയിട്ടുള്ള മസാജിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് വാച്ച് ചെയ്യുക. എന്നിട്ട് ഈ സ്റ്റെപ്സ് കൃത്യമായിട്ട് ഞാൻ വേണമെങ്കിൽ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ഞാൻ ചെയ്യുന്നത് അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അങ്ങനെയൊന്നുമല്ല. എനിക്ക് ആ സമയത്ത് ഓർമ്മ വന്നതെല്ലാം ഞാൻ അതപ്പോൾ ആ സമയത്ത് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇത് ക്ലെൻസിങ്ങിൻ്റെ ടൈമിൽ ഞാൻ ചെറിയൊരു മസാജ് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ നമ്മൾ ഈ ഫേഷ്യലിൽ വേറെ മസാജിങ് ഒന്നും കൊടുക്കുന്നില്ല. ഈ സമയത്താണ് കൂടുതൽ മസാജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സ്കിൻ നന്നായി ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. ഇപ്പോൾ ആൻറ്റി ഏജിങ് സംഭവിക്കുന്നത് നമ്മളുടെ സ്കിന്നിലുള്ള ഹൈഡ്രേഷൻ ഒരു പരിധി കൂടുതൽ കുറയുമ്പോഴാണ്. അപ്പോൾ ഇത് നല്ല നമ്മുടെ സ്കിന്നിനെ സപ്പിളാക്കി സോഫ്റ്റ് ആക്കി വെക്കും. ഈ ഒരു ഫേഷ്യലിൻ്റെ ഗുണം എന്ന് വെച്ചാൽ അതാണ്. അത് എന്താ പറയുക, അതുപോലെ തന്നെ ഈ ബനാനയുടെ ഒരു പ്രത്യേക ഒരു ഗുണമുണ്ട്. അതായത് നമ്മളുടെ സ്കിന്നിനെ ചെറിയ രീതിയിലെങ്കിലും എക്സ്ഫോളിയേറ്റ് ചെയ്യും. അപ്പോൾ പാലും ഒരു എക്സ്ഫോളിയേറ്ററാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും എന്താ പറയുക, ഗ്രാജുവലി, കാരണം ഇത് DIY ആയതുകൊണ്ടും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ടും ഒറ്റ യൂസിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. ഹെയർ മാസ്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് നമ്മളുടെ സ്കിന്നിലേക്ക് ഇതാക്കുക. എന്നിട്ട് ഒരു ലൂക്ക് വാം വാട്ടറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴുകാം. ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെള്ളത്തിൽ ഒരു തുണി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു തുണി മുക്കിയിട്ട് അത് വെച്ചാണ് തുടയ്ക്കുന്നത്. നിങ്ങൾക്ക് വാഷ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ വാഷ് ചെയ്തെടുക്കാം. ഈ ബനാന ഭയങ്കര സോഫ്റ്റാണ്. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇതൊന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ആ ഒരു സംഭവം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അത്ര രസമാട്ടോ ഈ ഒരു എന്താ പറയുക ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ക്ലെൻസിങ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു ഫേസ് മാസ്ക് ഇട്ട ഒരു എഫക്റ്റ് ആയിരുന്നു ഈ ക്ലെൻസിങ് കഴിഞ്ഞപ്പോൾ തന്നെ. കാരണം ഇനിയിപ്പോൾ ഞാൻ ഒരുപാട് എന്താ പറയുക ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കും എനിക്കിത് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായത്. നെക്സ്റ്റ് സ്ക്രബിങ് ആണ് അടുത്ത സ്റ്റെപ്പ്. സ്ക്രബിങ്ങിന് വേണ്ടി ആദ്യം കുറച്ച് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് നമ്മളുടെ എന്താ പറയുക ബനാന മാഷ് ചെയ്തതില്ലേ അതുകൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഹണിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പം ഇത്രയും ഈ 3 കാര്യങ്ങളാണ് നമ്മൾ സ്ക്രബിന് വേണ്ടി ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹണി ഞങ്ങൾ ഫ്രീസറിൽ വെച്ചതുകൊണ്ട് കുറച്ച് ഇതായിട്ടിരിക്കുകയാണ്, എന്താ പറയുക കട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് അത് ഇതിനകത്തേക്ക് ഒഴിച്ചത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. നിങ്ങൾക്കറിയോ ക്ലിയോപാട്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈജിപ്തിലുള്ള രാജ്ഞി, അവർ എപ്പോഴും ഹണിയും മിൽക്കും കൂടെ ഫേസിൽ അപ്ലൈ ചെയ്യുമായിരുന്നു. പിന്നെ ഇതുപോലത്തെ എന്താ പറയുക സ്ക്രബാണെങ്കിലും നമ്മളിപ്പോൾ ചെയ്ത ക്ലെൻസിങ് ആണെങ്കിലും ഒക്കെ നമ്മൾ രാത്രി ചെയ്തിട്ട് കിടക്കുവാണെങ്കിൽ ഭയങ്കര നല്ലതാണ്. രാത്രിയാണ് നമ്മുടെ സ്കിൻ കൂടുതൽ റിപ്പയർ ആവുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുവാണെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ബനാനയും ഹണിയും മാത്രമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളെങ്കിൽ അങ്ങനെ ചെയ്താലും നല്ലതാണ്. കാരണം ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിൽ തന്നെ വിത്തിൻ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വളരെ നല്ല ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഹണി ആണെങ്കിലും ബനാന ആണെങ്കിലും മിൽക്ക് ആണെങ്കിലും ഒക്കെ. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്താലും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ബനാന എന്ന് പറഞ്ഞാൽ പൊട്ടാഷ്യം റിച്ച് ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആക്കും, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യിക്കും. പിന്നെ നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. കഴുത്തിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യണം. പിന്നെ എപ്പോഴും എന്താ പറയുക ക്ലീൻ ഫേസിലാണ്. ഇപ്പോൾ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ക്ലീൻ ഫേസിൽ വേണം ഫേഷ്യൽ ചെയ്യാനായിട്ട്. അപ്പോൾ സ്ക്രബിങ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എൻ്റെ മൂക്കിലും പിന്നെ കവിളിൻ്റെ സൈഡിലൊക്കെയാണ്. എനിക്ക് കുറച്ച് ആ സ്ഥലങ്ങളിൽ കുറച്ച് വൈറ്റ് ഹെഡ്സും മൂക്കിൽ കുറച്ച് ബ്ലാക്ക് ഹെഡ്സും താടിയിൽ കുറച്ച് വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നന്നായി സ്ക്രബിങ് ചെയ്ത ശേഷം ഞാൻ അത് ഈ പറഞ്ഞ പോലെ ഒരു തുണി കൊണ്ടാണ് ഞാൻ തുടയ്ക്കുന്നത്, വെള്ളം മുക്കിയിട്ട്. കഴുകുന്നില്ല, നിങ്ങൾക്ക് കഴുകണമെങ്കിൽ കഴുകാട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഇത് ശരിക്കും ഒരു ലൂക്ക് വാം വാട്ടറിലാണ് ചെയ്യേണ്ടത്. ഒരുപാട് ചൂടുള്ള വെള്ളത്തിൽ ചെയ്യരുത്, ഒരു ചെറിയ ചൂടുള്ള വെള്ളത്തിൽ. അപ്പോൾ നമ്മളുടെ എന്താ പറയുക സ്കിന്നിന് അത് വളരെ നല്ലൊരു സംഭവമായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. സ്കിന്നിന് എന്താ പറയുക നമ്മൾ എന്താ പറയുക ബ്യൂട്ടി പാർലറിലൊക്കെ പോകുമ്പോൾ അവരങ്ങനെയല്ല, ഒരു ചെറിയ ചൂടുള്ള ഇതിലല്ലേ ചെയ്യുന്നത്. അത് ശരിക്കും നല്ല സ്കിന്നിനൊരു ഹൈഡ്രേഷൻ ലോക്കാക്കി വെക്കും നമ്മളുടെ സ്കിന്നിൻ്റെ. പിന്നെ അടുത്തത് സ്റ്റെപ്പ് 3 ആണ്. സ്റ്റെപ്പ് 3-ലാണെങ്കിൽ സ്റ്റീമിംഗ് ആണ് ചെയ്യുന്നത്. ഞാൻ മിൻറ്റും കൂടെ ഇട്ടിട്ടാണ് സ്റ്റീം ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക എനിക്ക് ആ ഒരു സ്മെല്ല് എനിക്ക് ആക്ച്വലി സ്റ്റീമിങ് ചെയ്യുന്നത് നല്ല ഇഷ്ടമാണ്. പക്ഷേ ഈ മിൻറ്റിൻ്റെ സ്മെല്ലും കൂടെ അടിച്ചിട്ടുണ്ടല്ലോ, ഭയങ്കര സൂതിങ് ആയിരുന്നു, ഭയങ്കര റിലാക്സിങ് ആയിട്ടാണ് ഞാൻ ആ സ്റ്റീമിങ് എടുത്തത്. ഒരു 3 to 7 minutes ഞാൻ സ്റ്റീം ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു സ്റ്റീമിങ്. ഞാൻ മിൻറ്റ് ഇട്ടിട്ട് ആദ്യമായിട്ടാട്ടോ ചെയ്യുന്നത്. ഇനി സ്റ്റെപ്പ് 4 ആണ്. സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് മാസ്ക് ആണ്. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും നമ്മൾ മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബനാന എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മളുടെ ആലോവേര ജെല്ലാണ്. ഞങ്ങളിവിടെ എടുത്തേക്കുന്ന ഫ്രഷ് ആലോവേര ജെല്ലാണ്. നിങ്ങൾക്ക് സ്റ്റോർ ബോട്ട് ആണെങ്കിലും എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്കിവിടെ വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് നമ്മൾ എടുത്തു എന്ന് മാത്രം. ഇനി അടുത്തായിട്ട് അതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് ഹണിയാണ്. അപ്പം ഞാനും വിചാരിച്ചു, പിന്നെ എൻ്റെ അടുത്ത് ആൻസിയും ചോദിച്ചു ഇതെന്താ ഇങ്ങനത്തെ ഒരു ഫേസ് മാസ്ക് എന്ന്. ഞാൻ വിചാരിച്ചത് നമ്മൾ മുൾട്ടാനി മിട്ടിയൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുന്ന. പക്ഷേ ഇത് ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മൾ ഈ കൊളാജിൻ വരാൻ വേണ്ടി അതല്ലെങ്കിൽ കൊളാജിൻ കുറച്ച് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മാസ്ക് ഇടില്ലേ, ഷീറ്റ് മാസ്ക്, അതുപോലെ എനിക്ക് തോന്നി. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നല്ല രസമായിരുന്നു. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമായത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫേസ് മാസ്കാണ്. ഞാൻ വിചാരിക്കുന്നത് ഈ ഫേസ് മാസ്ക് മാത്രമായിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പം ആഴ്ചയിൽ 3-4 തവണയെങ്കിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും എന്ന് തോന്നുന്നു. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, നല്ല റിസൾട്ടും ഉണ്ട്. ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് എഴുന്നേക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു 10 to 20 മിനിറ്റ്സ് എന്തായാലും ഇരുന്നിട്ടുണ്ട്. 20 മിനിറ്റ്സ് എന്തായാലും ഇത് വെക്കണം. പക്ഷേ ഇതിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് സമയം വെക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഞാനൊരു 10 മിനിറ്റ്സിൽ മുകളിൽ എന്തായാലും ഇരുന്നിട്ടുണ്ട്. സാധാരണ നമുക്ക് അത്ര സമയം ഇരിക്കാൻ പറ്റാറില്ല, പക്ഷേ 10 മിനിറ്റ്സിന് മുകളിൽ ഞാൻ എന്തായാലും ഇരുന്നിട്ടുണ്ട്. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതോറും എനിക്ക് വീണ്ടും വീണ്ടും ഫേസിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ തോന്നുമായിരുന്നു. അത്ര നല്ല ഒരു ഫേസ് മാസ്കാണ്. എനിക്ക് വളരെ അധികം ഇഷ്ടമായി. പിന്നെ അതാണെങ്കിൽ സ്കിന്നിലേക്ക് ഡ്രൈ ആയപ്പോഴാണെങ്കിലും ഒരു സ്റ്റിക്കിനെസ് ചെറുതായിട്ട് വന്നു എന്നല്ലാതെ ഭയങ്കരമായിട്ട് ഡ്രൈ ആകുന്നൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഒരു ഹൈഡ്രേഷൻ സ്കിന്നിന് തരുന്നത് ഞങ്ങൾക്ക് അപ്പം തന്നെ ഫീൽ ചെയ്തു. നല്ല ഒരു ഫേസ് മാസ്ക് ആട്ടോ. നിങ്ങൾ ഈ ഫേഷ്യൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും ഈ ഫേസ് മാസ്ക് എങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അത്ര അധികം ഈ ഫേസ് മാസ്ക് നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ലൂക്ക് വാം വാട്ടറിൽ നമ്മളുടെ ടവലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഫേസ് ഒന്ന് നന്നായി വൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കിത് വൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ സ്കിൻ സോഫ്റ്റ് ആയതും ഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒട്ടും എന്താ പറയുക ഓയിലി അല്ലാത്ത ഒരു സ്കിന്നാണെങ്കിലും ഈ ഫേസ് മാസ്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നല്ലതായിട്ട് പറ്റും. അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണെങ്കിലും നിങ്ങൾക്ക് ഈ ഫേസ് മാസ്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓയിലി സ്കിന്നാണെങ്കിലും ഉപയോഗിക്കാം ഓഫ് കോഴ്സ്. പക്ഷേ ഡ്രൈ സ്കിന്നിനൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. കാരണം അത്ര ഹൈഡ്രേറ്റിംഗ് ആണ്. വെറുതെ അല്ല ഇതിനെ ആൻറ്റി ഏജിങ് ഫേഷ്യൽ എന്ന് പറയുന്നത്, കാരണം അത്ര അധികം നമ്മളുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് സ്റ്റെപ്പ് 5 ആണ് ടോണിങ്. ഞാൻ അതിന് വേണ്ടി റോസ് വാട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ച് ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം നിങ്ങൾക്ക് മോയ്സ്ചറൈസറും SPF-ഉം യൂസ് ചെയ്യാം. എനിക്കിപ്പോൾ ഹെയർ വാഷ് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം അതൊന്നും കാണിക്കുന്നില്ല. ശരിക്കും 2 സ്റ്റെപ്പും കൂടെ ഉണ്ട്. അപ്പം ഞാൻ ഹെയർ നേരത്തെ പ്ലാസ്റ്റിക് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഓപ്പൺ ചെയ്യുവാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരി എയർ പോലും എൻ്റെ ഹെയറിലേക്ക് കടക്കുന്നുണ്ടായിരുന്നില്ല റാപ്പ് ചെയ്ത് വെച്ചിട്ട്. പക്ഷേ ഇപ്പോൾ ഈ ഫേഷ്യലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചത്. ഞാനല്ല, ആക്ച്വലി ആൻസിയാണ് എനിക്ക് റാപ്പ് ചെയ്ത് തന്നത് കേട്ടോ. ഇത് ഊരിക്കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ എന്തൊരു സുഖമായിരുന്നു എന്നറിയോ. നല്ല ഒരു കാറ്റൊക്കെ കയറിയിട്ട് എനിക്ക് എന്താ പറയുക സ്കാൽപ്പൊക്കെ ഭയങ്കരമായിട്ട് തണുത്തു, അങ്ങനത്തെ ഒരു ഫീൽ കിട്ടി. ഞാൻ കുളിച്ചിട്ട് വന്നു. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഫ്രിസ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് ഒരു കണ്ടീഷൻഡ് ആയിട്ടുണ്ട്, ഒരു മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ട് ഹെയറിന്. ഒരു ഫ്രിസിനെസ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ ഒരു ഹെയർ മാസ്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരു മന്ത്ലി ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് ഇതൊന്ന് ഈ ഹെയർ മാസ്ക് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഡിഫറൻസ് നിങ്ങളുടെ ഹെയറിന് ഫീൽ ചെയ്യും. ഞാനും ആൻസിയും ഒത്തിരി ഹെയർ മാസ്ക് ഇങ്ങനെ മാറ്റി മാറ്റി എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഇതിപ്പോ ഞങ്ങൾ പുതിയതായിട്ട് ട്രൈ ചെയ്ത ഒരു ഹെയർ മാസ്ക്. ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ഓർക്കുന്നില്ല. എന്തായാലും റൈസ് വാട്ടറും വെച്ച് ഞങ്ങൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കോക്കനട്ട് ഓയിലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇതുണ്ടോ, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. വെള്ളം കുറച്ചും കൂടെ ഉണ്ട് പോകാൻ. അപ്പൊ എന്റെ ഹെയർ ഉണങ്ങാൻ നല്ല ടൈം എടുക്കും. അപ്പൊ അത്രയും സമയം വെയിറ്റ് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചത്. പിന്നെ ഫേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ കാണുന്നുണ്ടോ? എനിക്കെന്ന് വെച്ചാൽ എന്റെ ഫേസ് പെട്ടെന്നൊന്ന് ബ്രൈറ്റൻ ആയ പോലെ തോന്നി. നമ്മുടെ ബനാനയ്ക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുക പ്രോപ്പർട്ടി ഉണ്ട്, ഒന്ന് ബ്രൈറ്റൻ ആക്കുന്ന. പിന്നെ മൈൽഡായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന. അപ്പൊ നമ്മൾ മിൽക്കും ബനാനയും കൂടെ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ എന്റെ കയ്യിലത്തെ ടാനില്ലേ അതിനും അതൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ആ ഫേഷ്യലിലാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് ലാസ്റ്റത്തെ ആ ഒരു മാസ്ക് ആണ്. നിങ്ങൾ അത് മാത്രമായിട്ടെങ്കിലും ഇടക്കൊക്കെ എന്താ പറയുക വീക്കിലി ഒരു 3 തവണയൊക്കെ ഉപയോഗിച്ചാലല്ലേ നല്ല ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. എനിക്ക് നല്ല ഡിഫറൻസ് തോന്നി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഒരു ഗ്ലോ ഉള്ളത്, ഒരു ഇന്നർ ഗ്ലോ? ഞാൻ ഒന്നും പുരട്ടിയിട്ടില്ല. ലൈക്ക് ആ ഒരു ടോണിങ്ങിന് വേണ്ടിയിട്ട്
റോസ് വാട്ടർ അപ്ലൈ ചെയ്ത ശേഷം അതൊന്ന് ഡ്രൈ ആയ ശേഷം പിന്നെ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ ആലോവേര ജെൽ അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ഞാൻ വേഗം പോയിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അപ്പൊ അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.